ഭഗവതി രക്ഷിക്കണേ. അനിയനും ചേട്ടനും കൂടെ സമരം ഒത്തുതീർപ്പാക്കാനെന്നും പറഞ്ഞ് ഫാക്ടറിയിലേക്ക് പോയിട്ടുണ്ട്. അനിയൻ ബാവേ മൂരാച്ചി, അനിയൻ ബാവേ മൂരാച്ചി, നിന്നെ ഞങ്ങൾ എടുത്തോളാം, നിന്നെ ഞങ്ങൾ എടുത്തോളാം. ചേട്ടൻ ബാവേ മൂരാച്ചി, ചേട്ടൻ ബാവേ മൂരാച്ചി, നിന്നെ ഞങ്ങൾ എടുത്തോളാം, നിന്നെ ഞങ്ങൾ എടുത്തോളാം. അനിയൻ ബാവയുടെ ഗുണ്ടായുസം അവസാനിപ്പിക്കുക, അനിയൻ ബാവയുടെ ഗുണ്ടായുസം അവസാനിപ്പിക്കുക, ചേട്ടൻ ബാവയുടെ ഗുണ്ടായുസം അവസാനിപ്പിക്കുക. എന്ത് പണ്ടാരാടാ അതിലെഴുതിയിരിക്കണേ? എനിക്ക് അത് വായിക്കാൻ പറ്റണില്ല. പിന്നെ ഇതൊക്കെ വായിക്കാനല്ലേടാ നീ 3ാം ക്ലാസ് വരെ 6 കൊല്ലം പഠിച്ചത്? ആഹാ, അന്ന് ഞാൻ പഠിച്ചതേ പഴയ അക്ഷരമാണ്, ഇത് പുതിയ അക്ഷരമല്ലേ? ഈശ്വരപിള്ളേ എന്തോ അത് വായിക്കടോ. വായിക്കാൻ. ചേട്ടൻ ബാവേ കരിങ്കാലി, നിന്നെ പിന്നെ കണ്ടോളാം. അനിയൻ ബാവയുടെ ഗുണ്ടായുസം അവസാനിപ്പിക്കുക, ചേട്ടൻ ബാവയുടെ ഗുണ്ടായുസം അവസാനിപ്പിക്കുക. 4, 3, 7 പേരുള്ള ഏതെങ്കിലും പാർട്ടിയുടെ പേരും പറഞ്ഞ് സമരം ഉണ്ടാക്കുന്നതും ഗുണ്ടായുസം കാണിക്കുന്നതും നിങ്ങളല്ലടാ. ഫാക്ടറി ഞങ്ങൾ തുറക്കണില്ല. നിനക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാലേ അങ്ങോട്ട് ചെയ്തോ. അങ്ങനെ കയറി വെല്ലുവിളിക്കല്ലേ മുതലാളിമാരെ? ഞങ്ങളുടെ നേതാക്കന്മാർ വിചാരിച്ചാലേ ഇവിടെ പലതും നടക്കും. കുറെ നേതാക്കന്മാര് വന്നിരിക്കുന്നു. ചക്രത്തിന് തൊഴിലാളികളെ ഒറ്റുകൊടുക്കുന്ന നേതാക്കന്മാര് ഉണ്ടായിരുന്നടാ പണ്ടൊരു നേതാവ്. 10 പൈസ കൈക്കൂലി വാങ്ങിക്കാത്ത നേതാവ് മഹാത്മാഗാന്ധി. കേട്ടിട്ടുള്ളതാ? ആ നേതാവ് പണ്ടൊരു സമരം നടത്തിയായിരുന്നു, സ്വാതന്ത്ര്യ സമരം. ആ സമരത്തിലെ ഞങ്ങളും പോയിട്ടുണ്ട്, ഓരോ കോണാനും കൊടുത്തോണ്ട്. ആ കോണകത്തിന് വരെ ഉണ്ടോ നിനക്കൊക്കെ പുല്ലുകളെ. വായട്ടാ, മുതലാളിമാര് പ്രസംഗിച്ചു പോകാമെന്ന് കരുതണ്ട. ഇന്ന് ഈ എഗ്രിമെന്റിൽ ഒപ്പിട്ടില്ലെങ്കിലേ ആയുഷ്കാലം കമ്പനി പൂട്ടി തന്നെ കിടക്കും. എടാ പൂട്ടിക്കിടന്നാലേ ഞങ്ങൾക്ക് ഇതേ ഇതാ. പക്ഷെ നീയൊക്കെ ഒരു ആയുസ് മുഴുവൻ ഈ കൊടിയും പിടിച്ചോണ്ട് ഇതിന്റെ വാതൊക്കെ നിൽക്കേണ്ടി വരും. ഓർത്തോ? വായട്ടാ, ഒപ്പിടാതെ പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എന്നാ പിന്നെ അതങ്ങ് ഒപ്പിട്ട് കൊടുത്തേക്കാലടാ. അതെ ചേട്ടാ, അവർക്കൊരു ആഗ്രഹമല്ലേ, നമുക്ക് അങ്ങോട്ട് സാധിച്ചു കൊടുത്തേക്കാം. നിന്റെയൊക്കെ കെട്ടിയന്മാരുടെ ഗുണവധികാരം കൊണ്ടല്ലേ ഫാക്ടറി പൂട്ടിയത്. ഇനി അത് ജമ്മത്ത് തുറക്കാൻ പോകുന്നില്ല. അങ്ങനെ പറയരുത് കൊച്ചമ്മേ, ഞങ്ങൾ മുഴുവൻ പട്ടിണിയില്ല. ഇന്ന് പട്ടിണിയെങ്കിലും ഉണ്ട്, നാളെ അതും ഇല്ല. അനുഭവിച്ചോ കൊച്ചമ്മേ? ഞങ്ങളുടെ മക്കളെ ഓർത്തെങ്കിലും മുതലാളിമാരെ കൊണ്ട് കമ്പനി തുറപ്പിക്കണം. എടി പെണ്ണേ, അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണമെന്നാ? എന്റെ കെട്ടിയവൻ പോലും ഞാൻ പറഞ്ഞാ കേക്കത്തില്ല, പിന്നാണോ അങ്ങയുടെ ചേട്ടൻ? മക്കള് പറഞ്ഞ മുതലാളിമാര് കേൾക്കും, അത് ഞങ്ങൾക്ക് ഉറപ്പാ. ഓഹോ. അമ്മേ, എടി മാണോ, ഒന്നിങ്ങല്ലേ? ആ വരുന്നുണ്ട്. എന്താ ചെറിയമ്മേ? ദേ, നിങ്ങളെ കൊണ്ട് ശുപാർശ ചെയ്യിപ്പിക്കാൻ വന്നിരിക്കുകയാണ് അവര്. നിങ്ങൾ നിങ്ങളുടെ അച്ഛന്മാരോട് ഫാക്ടറി തുറക്കാൻ പറയണമെന്ന്. ഞാൻ പറയില്ല. എന്തൊക്കെ അനാവശ്യങ്ങളാ അച്ഛനും വലിയച്ഛനും പറ്റി നാട് മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത്. അത് സാരമില്ല മാളു, ഇത്രയും പേര് ഇവിടെ വന്ന് പറയുന്നതല്ലേ. നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങൾ പറഞ്ഞോളാം. ദേ, ചേട്ടൻ ബാവയുടെ മോള് അമ്മ വാക്ക് കൊടുത്തതാ. അച്ഛൻ വാശി പിടിച്ചാ എനിക്ക് ഈ നാട്ടില് തല ഉയർത്തി നടക്കാൻ പറ്റാണ്ടാവും. പെങ്കൊച്ചുങ്ങള് തലയിത്തിരി കുമ്പിട്ട് നടക്കണതാ നല്ലത്. ഇമാതിരി വലിയ കാര്യങ്ങളില് മോള് തലയിടണ്ട. അച്ഛൻ എപ്പോഴും പറയാറില്ലേ പഴയതൊന്നും മറക്കരുതെന്ന്. ആ പാവങ്ങള് അധ്വാനിക്കുന്നതിന്റെ ഫലമല്ലേ നമ്മളീ അനുഭവിക്കുന്നേ. എന്തോ? ഓ, ഒരധ്വാനക്കാര്. എടി, അധ്വാനിച്ചിരുന്നു. ഞാനും എന്റെ അനിയനും പണ്ട് അധ്വാനിച്ചിരുന്നു, ഒരുപാട്. അന്ന് ഞാനും അവനും ഓരോ തൂമ്പയും എടുത്തോണ്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ പാടത്തിറങ്ങിയ അസ്തമിച്ച പിന്നെ കേറണേ. അതിന് കൂലി എത്രയാണെന്ന് മക്കൾക്കറിയാവാ. 8 അണയും 2 നേരത്തെ കഞ്ഞിയും. കഞ്ഞി എന്ന് പറഞ്ഞാൽ പിഞ്ഞാണത്തിലൊന്നുമല്ല തരണത്. മുറ്റത്ത് 2 കുഴി കുത്തി അത് 2 ഇലയും വെച്ച് അതിലാ ഒഴിച്ചു തരണത്. ആ കഞ്ഞിയിലെല്ലാം ഒതുക്കി ആ 8 അണ ഞങ്ങൾ മിച്ചം പിടിക്കുമായിരുന്നു. ആദ്യം തുടങ്ങിയതാടി, അവിടുന്ന് ഉണ്ടാക്കിയതാടി ഇതെല്ലാം. അതേടി, ഒറ്റ ചങ്കും കരളുമായിട്ട് നിന്ന് ഞങ്ങ ഉണ്ടാക്കിയത് ഇത് മുഴുവൻ. ഇതൊന്നും ഒരുത്തന് മുമ്പിൽ ഞങ്ങൾ അടിയറവ് വെക്കൂല, ഒരുത്തന് മുമ്പിൽ തോക്കേയില്ല.
തോക്കാൻ ഞങ്ങ പഠിച്ചിട്ടില്ലടി പെണ്ണേ. ഇങ്ങനെ വീണ്ടും പറയുന്നതിന് മുമ്പ് അച്ഛൻ ഒരു കാര്യം ഓർക്കണം. എല്ലാ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിയാ നിങ്ങൾ ജയിക്കുന്നാണോ വിചാരം? സത്യം പറഞ്ഞ ഓരോ സ്ഥാപനങ്ങളായിട്ട് അടച്ചു പൂട്ടിച്ച് എല്ലാരും കൂടി അച്ഛനും വെല്ലിച്ചനും തോൽപ്പിക്കുക. ദേ, അച്ഛന്റെ പുന്നാരി മോളായി പറയുന്നത്. മോള് പറഞ്ഞ അച്ഛൻ കേൾക്കുമെന്ന് എനിക്കറിയാം. ആ ഫാക്ടറി ഒന്ന് തുറന്നേക്ക്. എടാ കുഞ്ഞാ, എന്തോ കമ്പനി തുറക്കണമെന്ന് അവക്ക് ഒരേ നിർബന്ധം. ഇവരും അത് തന്നെയാണ് പറയണത്. ഇത്രയും നേരം തലക്ക് വെളിവ് വന്നിട്ടില്ല. മക്കൾക്കിടെ ഓരോരോ കാര്യങ്ങള് ഓരോന്നെ ഉള്ളെന്നും പറഞ്ഞ് പുന്നാരിപ്പിച്ച് തലയെക്കറ്റി വെച്ചിട്ടാണ്. പോട്ടടാ. നമ്മൾ അവർക്ക് വേണ്ടിയിട്ടല്ലേടാ ഈ കഷ്ടപ്പെടുന്നത്. അവരെ വിഷമിപ്പിച്ചിട്ടുള്ള ഒരു നേട്ടവും നമുക്ക് വേണ്ടടാ. അവരുടെ ഇഷ്ടം അതാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് തുറക്കാടാ. ഷോ തുറന്ന ആ ചെറ്റകളുടെ മുമ്പിൽ nuമ്മ മുട്ടുകുത്തുപോലെ ആകെയല്ലേ ചേട്ടാ. മുട്ടുകുത്തണ്ടാ. അവന്റെയൊക്കെ നേതാക്കന്മാര് ചോദിച്ചതിലും 100 രൂപ കൂടുതൽ നമുക്ക് കൊടുക്കാം. അപ്പാര് ജയിക്കും? മുതലാളിമാര് ജയിക്കും. അമ്മും ആളും ഇടപെട്ടപ്പോ തന്നെ മനസ്സിലായി ഇത് ഇങ്ങനെ വരുമെന്ന്. പോയ കാര്യം എന്തായടോ? അത് ബാവമാരുടെ കൂടെ ഡ്രൈവർ പണിക്ക് നിൽക്കാൻ ഈ നാട്ടിൽ നിന്ന് ആരും വരും തോന്നുന്നില്ല. കുട്ടികൃഷ്ണന്റെ കൈയും കാലും തല്ലി ഒടിച്ചത് ഈ നാട് മുഴുവൻ പാട്ടായി. അതവൻ പെമ്പിള്ളേരുടെ വൃത്തിയോട് കാണിച്ചിട്ടല്ലേ. അബദ്ധത്തിന് അമ്മുവിന്റെ പുറത്തൊന്ന് കൈ തട്ടിയെന്ന കുട്ടീഷൻ പറഞ്ഞത്. ഇത്താരമൊക്കെ മതിയാക്ക്. ഓ. പോയ പെണ്ണുങ്ങളോട് പറ കമ്പനി തുറക്കാൻ ഞങ്ങൾ ഉത്തരവിട്ടിരിക്കുന്നെന്ന്. ശമ്പളം കൂട്ടിയിട്ടില്ലെന്നും പറയാലോ. ഫാക്ടറി തുറക്കാൻ തീരുമാനിച്ചു. നിങ്ങളുടെ നേതാക്കന്മാര് പറഞ്ഞതിൽ 100 രൂപ ശമ്പളം കൂടുതൽ തരാനാ മുതലാളിമാര് പറഞ്ഞിരിക്കുന്നത്. പൊക്കോളൂ. അയ്യോ, തീർന്നോ? വെള്ളം ചേർത്താണെന്ന് അറിയരുതേ ഭഗവാനെ. അമ്മുമ്മേ വന്നു. ഞാൻ വിചാരിച്ചു മരുന്നൊന്നും കഴിക്കാതെ ഇവിടെ കിടന്ന് ചത്തോട്ടെ എന്ന് നീ കരുതി കാണുമോന്ന്. ഓ, എന്റെ അമ്മൂമ്മ കാശ് കയ്യില്ലാത്ത നേരെ ചാകണ കാര്യം മാത്രം പറയാതെ. അതെന്താടാ, ഞങ്ങള് ചത്ത ശവദാഹം നടത്താനുള്ള കാശ് പോലും ഇല്ലേ നിന്റെ കയ്യില്? ഉണ്ട്, നിലവറയ്ക്കകത്ത് പൂഴ്ത്തി വെച്ചിരിക്കല്ലേ. എന്റെ മക്കളെ അതിൽ നിന്ന് കുറച്ചെടുത്ത് ചെലവാക്കണം. കാലത്ത് തന്നെ എന്നെ കൺട്രോൾ കളയരുത്. ഇതോട് കഴിച്ചേ. പിടിക്കും. എത്ര വലിയ തറവാട്ടി ജനിച്ചവളാ ഞാൻ. ചന്ദനമുട്ടി വെച്ച് ദഹിപ്പിക്കേണ്ട ദേഹമായി ഇത്. എന്നിട്ടിപ്പൊ പറയണത് കേട്ടില്ലേ? അമ്മൂമ്മേ, കാലത്തെ ഇരുന്ന് ഫ്ലാഷ് ബാക്ക് പറയാതെ അത് അകത്താക്കാൻ നോക്ക്. എനിക്ക് ആണുങ്ങളുടെ വാടി പോകാനുള്ളതാ. പ്രേമേന്ദ്ര, എന്റെ ഗുളിക തീർന്നോ മക്കളെ? ഉണ്ടെങ്കിൽ 2 എണ്ണം കുടിഞ്ഞതാ. ഇത് പഞ്ചാരമിട്ട എല്ലാം വലിച്ചു വരി തിന്നാൻ ഹോമിയോ മരുന്ന. അച്ഛാ, അച്ഛാ, ഇങ്ങനെ കിടന്ന് ഉറങ്ങരുന്ന് വൈദ്യുതി പറഞ്ഞിട്ടില്ലേ? പിന്നെ എങ്ങനെ കിടന്നുറങ്ങണമെന്ന് അയാൾ പറഞ്ഞത്? ഇത്രയും നേരം ഉറങ്ങിയതല്ലേ, ഇനി അല്പം റെസ്റ്റ് എടുത്തിട്ട് കിടന്നുറങ്ങാം. ഇതെനിക്ക് സാധാരണ തരുന്ന മരുന്നല്ലല്ലോടാ. അല്ല, ഇത് വയറിളക്കം നിൽക്കാനാ. എന്റെ അമ്മയെ, ആരാടാ എനിക്ക് വയറിളക്കമെന്ന് പറഞ്ഞത്? ഇളക്കം പോട്ട് ഒരു അനക്കം പോലും ഇല്ലാണ്ടിരിക്കുക. പിന്നെ ആർക്കാ ഇളകിയത്? പ്രേമചന്ദ്ര, അയ്യോ, ഇളകിയത് എനിക്കാടാ. ഈ ഇളക്കവും വെച്ചോണ്ട് എന്തിനങ്ങനെ കറങ്ങി കിടക്കുന്നത്? അപ്പൂപ്പിന് ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ? അടങ്ങി ഒതുങ്ങി തന്നെയാടാ ഇത്രയും നേരം ഞാൻ കക്കൂസിനകത്ത് ഇരുന്നത്. ആ മരുന്ന് നിങ്ങടാ. ഉണ്ടായിരുന്ന അച്ഛൻ കുടിച്ചു, ഞാൻ പോയി വേറെ മേടിച്ചോണ്ടിരാം. കൊണ്ടോറങ്ങാൻ വേഗം വരണം. എന്നെ ഇവിടെ കണ്ടില്ലെങ്കിൽ ഞാൻ കക്കൂസിലെങ്ങാനും വീണ് കിടക്കുന്നുണ്ടാവും. വേഗം എന്തെങ്കിലും തന്നേ, ഞാൻ വൈദ്യശാല വരെ ഒന്ന് പോവാ. ഇപ്പൊ തരാ മോനെ, കഞ്ഞി ഇപ്പൊ ആവും. കഞ്ഞിയോ? പലഹാരം ഒന്നും ഉണ്ടാക്കില്ലേ? പ്രേമേട്ടൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു. അമ്മ ഇപ്പൊ തുടങ്ങും. പണ്ട് ആനയും കുതിരയൊക്കെ ഉണ്ടായിരുന്ന കഥ പറഞ്ഞ കരയാൻ. അതൊക്കെ അങ്ങോട്ട് മറക്കാൻ പറ്റുമോ? എങ്ങനെ കഴിയേണ്ട കുട്ടികളാ നിങ്ങള്. ഇപ്പൊ കണ്ടില്ലേ, ഒരു നേരം പോലും വായ്ക്ക് രുചിയുള്ള ആഹാരം കഴിക്കാതെ. അയ്യേ, അപ്പോഴേക്കും കരഞ്ഞോ? ഞാനൊരു ഉഗ്രം തമാശ പറഞ്ഞല്ലേ. പലഹാരം കേൾക്കുമ്പോ അമ്മ പൊട്ടിച്ചിരിക്കുന്നില്ലേ ഞാൻ കരുതിയത്. ഇങ്ങോട്ട് നോക്കിയേ, ഇതൊക്കെ മാറും അമ്മേ. എനിക്കൊരു ഉഗ്രം ജോലി കിട്ടട്ടെ, പിന്നെ അമ്മ നോക്കിക്കോ. നമുക്ക് താമസിക്കാൻ വലിയൊരു ബംഗ്ലാവ്, അമ്മയ്ക്ക് അമ്പലത്തിൽ പോവാൻ കാറ്, കഴിക്കാനാണെങ്കിൽ 3 നേരം പലഹാരവും. അതൊന്നും വേണ്ട. മരിക്കണേന് മുന്നേ ഒരു ദിവസമെങ്കിലും നമ്മുടെ തറവാട്ടിലൊന്ന് കഴിയാൻ പറ്റിയാ മതിയായിരുന്നു.
ഞാനിപ്പോ ചോദേ ഓ എന്ത് പറ്റി മുത്തച്ഛ? മുത്തച്ഛ എന്താ എന്ത് പറ്റി? വലിക്കാൻ പറ്റുന്നില്ല. ഈ പണ്ടാറപ്പ് വലിച്ചില്ലെങ്കിൽ എന്താ? അതല്ല, ശ്വാസം വലിക്കാൻ പറ്റുന്നില്ല. നീ പോയിന്ന് വൈദ്യരെ വിളിച്ചോണ്ട് വാ. സാറേ ഞാൻ വെയിറ്റ് ചെയ്യണോ? താൻ വെയിറ്റ് ചെയ്യണ്ട, ഓട്ടോ വെയിറ്റ് ചെയ്താൽ മതി. ഓ ആ ഇല്ലടാ. ആരാ? ഈ ചെമ്പകശ്ശേരി വീട് തന്നെയല്ലേ? അതെ, എന്താ കാര്യം? ഞാൻ ബാബാ ബ്രദേഴ്സിന്റെ മാനേജറാണെന്ന് വേണമെങ്കിൽ പറയാം, കാര്യസ്ഥനാണെന്നും പറയാം. ഇനി അടിയാളാണെന്ന് പറഞ്ഞാൽ യാതൊരു വിരോധമില്ല. ഏത് ബാബാ പ്രദേശത്തിന്റെ ഏത് മാനേജർ? കാര്യം എന്താണെന്ന് വെച്ചാൽ പറയണം. ഇവിടെ ഒരു കാർ ഉണ്ടായിരുന്നു, വിറ്റൂന്ന് കേട്ടു. അത് ഇപ്പോഴാണ് കേട്ടത്, വിറ്റിട്ട് കാലം കുറയായി. അതിന്റെ ഡ്രൈവർ ഫ്രീ ആണെങ്കിൽ ഒരു ജോലി ഞാൻ കൊടുക്കാം. അതിന് താൻ ബുദ്ധിമുട്ടൊന്നുമില്ല. കാർ വാങ്ങിയത് ഡ്രൈവർ തന്നെയാ. ശമ്പള കുടിശ്ശിക ഒരുപാടായപ്പോ ബാക്കി കാശ് ഇങ്ങോട്ട് വന്ന അയാൾ കാറും കൊണ്ടുപോയി. ഇപ്പൊ ടാക്സി ആയിട്ട് ഓടിക്കുക. അപ്പൊ അതും പോയി. അല്ല, എന്താ കാര്യം? ഒരു ഡ്രൈവറെ അത്യാവശ്യമായിട്ട് വേണമായിരുന്നു. നല്ല കുടുംബത്തിൽ നിന്ന ആളാവുമ്പോ ധൈര്യമായിട്ട് നിർത്താലോ എന്ന് കരുതി. വേറെ നോക്കാം. ഹലോ, ഒരു മിനിറ്റ് ഒന്ന് വന്നേ. നമ്മളാരാന്നാ പറഞ്ഞേ? നമ്മളാരാണെന്ന് അറിയില്ല, ഞാൻ ഈശ്വരപിള്ള. അല്ല, ഈ ഡ്രൈവർ ജോലി എന്ന് പറയുമ്പോ സ്ഥിരമായിട്ടോ അതോ താൽക്കാലികമായിട്ടോ? തീരായിട്ട് വേണമെങ്കിൽ തലമുറയായി കൈമാറി ജോലി ചെയ്യാം. എന്ത് കിട്ടും? അസല് നല്ല കിട്ടും. അല്ല, ശമ്പളത്തിന്റെ കാര്യല്ലേ, നല്ല ശമ്പളം കിട്ടും. അതുകൊണ്ടൊരു കുടുംബത്തിന് സുഖമായിട്ട് കഴിയാം. ശമ്പളം കൃത്യമായിട്ട് കിട്ടൂലോ അല്ലേ? നല്ല കഥയായി. ശമ്പളം മാത്രമല്ല, വേറെ പലതും കിട്ടും. ഓ, ഒരാളുണ്ട്, നല്ല കുടുംബത്തിൽ ജനിച്ചയാളാ, ബികോം വരെ പഠിച്ചിട്ടുണ്ട്. അതാണ് പ്രശ്നം. വല്ല 7ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ ആണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. വലിയ വിദ്യാഭ്യാസമുള്ളവരും നല്ല കുടുംബത്തിൽ പറഞ്ഞവരും മുതലാളിമാർക്ക് ഇഷ്ടമല്ല. എങ്കിൽ ബികോം വരെ പഠിച്ചിട്ടുണ്ടെന്നൊന്നും പറയണ്ട. വല്ല 10ാം ക്ലാസ്സിൽ 3 4 കൊല്ലം തോറ്റാണെന്ന് പറഞ്ഞാൽ മതി. വലിയ കുടുംബത്തിലാണെന്നും പറയണ്ട. വല്ല ഓവർ ബ്രിഡ്ജിന് അടിയിലാണ് താമസം എന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും ജോലി കിട്ടിയ ഉപകാരമായി. ആളാരാണെന്ന് പറഞ്ഞില്ലല്ലോ. ഈ ഞാൻ തന്നെ. ശ്രമിച്ചു നോക്കാം. മുതലാളിമാരെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ബുദ്ധിമുട്ടാ. പ്ലീസ്, ഈ ജോലി എനിക്ക് എന്നെ വാങ്ങിത്തരണം. ഇവിടെ അത്രയ്ക്ക് ബുദ്ധിമുട്ടാ. എന്നാലും ഈ ഡ്രൈവർ പണിക്കൊക്കെ നീ പോണോ? ഡ്രൈവറോ മാനേജറെന്നല്ലേടാ നീ പറഞ്ഞത്? അപ്പൂപ്പ, അത് പിന്നെ മാനേജർ തന്നെ. ഡ്രൈവറാണെന്ന് അയാൾ പറയുന്നത് ഞാൻ കേട്ടല്ലോ. അത് എനിക്കൊരു ഡ്രൈവർ കൂടി ഉണ്ടെന്ന് പറഞ്ഞതാ. എന്നാ പിന്നെ ഞാൻ പോട്ടെ. പോയിട്ട് വരാമെന്ന് പറയടാ. പോയിട്ട് വരട്ടെ. വെക്കടി. എന്താടാ നിന്റെ പേര്? പ്രേമേന്ദ്രൻ. പ്രേമചന്ദ്രൻ. പേര് തന്നെ പശ കാണല്ലോടാ. കുറെ കൂടെ പ്രായമുള്ള ഒരുത്തനെ കൊണ്ടുവരാനല്ലേടോ തന്നോട് പറഞ്ഞേ? ഇവന് നല്ല പ്രായമുണ്ട്, കണ്ടോ തോന്നിക്കില്ല. പിന്നെ നല്ലൊരു കുടുംബത്തിൽ ജനിച്ചോനാ. ഓഹോ, എന്താണ് നിന്റെ കുടുംബ പേര്? അത് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. അല്ലെങ്കിലും ഡ്രൈവർമാർക്ക് പ്രത്യേകിച്ച് കുടുംബ പേരിന്റെ ആവശ്യമില്ല. ഈശ്വരപിള്ളേ, ഓ മാടോ.